ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരകാലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി ജയിലിലായിരുന്നു. ഈ ജയിൽവാസം അനുഭവിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ മകൾ സുമൻ അവർക്ക് ഗുരുതരമായ രോഗം ബാധിച്ചു. ഒരു കിടപ്പിലായി. നല്ല സീരിയസ് ആയ അസുഖമാണ്. മേലിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മകളെ കാണാൻ പരോളിൽ വിടാം. ഇതായിരുന്നു ജയിലർ ശാസ്ത്രിയോട് പറഞ്ഞത്. മകളുടെ കാര്യം ഈ ജയിലറോട് പറഞ്ഞു, എനിക്ക് പരോളിൽ പോകണമെന്ന്. പക്ഷേ ലാൽ ബഹദൂർ ശാസ്ത്രി അതിന് തയ്യാറായില്ല. ശാസ്ത്രിയുടെ സ്വഭാവ ദാർഢ്യത്തെപ്പറ്റി അറിയാവുന്ന ജയിലർ ഒടുവിൽ പരോൾ അനുവദിച്ചു. 15 ദിവസം പോയിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം വീട്ടിൽ മടങ്ങിയെത്തുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. മകൾ മരിച്ച ദിവസമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി വീട്ടിൽ എത്തുന്നത്. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം പരോൾ കാലാവധി കഴിയും മുമ്പേ ലാൽ ബഹദൂർ ശാസ്ത്രി ജയിലിലേക്ക് മടങ്ങി. എന്താ നേരത്തെ വന്നത് എന്ന് ജയിലർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കൾ പരോൾ അനുവദിച്ചത് എൻ്റെ മകളെ ശുശ്രൂഷിക്കാനാണ്. എൻ്റെ ആ മകൾ മതിയായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് മരിച്ചുപോയി. അക്ഷോഭ്യനായിട്ടാണ് ശാസ്ത്രി ഈ ജയിലറോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം, സ്വന്തം മകൾ ഡെത്ത് ബെഡിൽ മരണക്കിടക്കയിലാണെന്ന് അറിഞ്ഞിട്ടും ഔദാര്യം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ സമരപ്രക്ഷോഭങ്ങളിൽ നിന്ന് പിൻവാങ്ങാമെന്ന് എഴുതി കൊടുക്കാൻ ലാൽ ബഹദൂർ ശാസ്ത്രി തയ്യാറായില്ല. സ്വന്തം മകൾ വളരെ ആസന്ന നിലയിൽ കിടക്കുന്ന സമയത്താണ് ശാസ്ത്രി ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാഞ്ഞത്. അങ്ങനെ എത്രയോ വലിയ വലിയ ആളുകളുടെ മഹാത്യാഗത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പരോൾ വൈകിപ്പിച്ചതിനാൽ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ മകൾ മരിച്ചുപോയി എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. മകൾ മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രിയുടെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യയുടെ പരമമായ സ്വാതന്ത്ര്യം. ഈ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാൻ മകളുടെ കാര്യം പറഞ്ഞിട്ട് പോലും ശാസ്ത്രി തയ്യാറായില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കണം. ത്യാഗവും നിശ്ചയദാർഢ്യവുമാണ് ഒരാളെ ലക്ഷ്യത്തിലെത്താൻ പ്രേരിപ്പിക്കുന്നതെന്ന് കൂടി ഈ കഥയിൽ നമുക്ക് മനസ്സിലാകും. ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞ് ഓടരുത്. ഇപ്പം നമുക്ക് പല കാര്യങ്ങളിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മൾ ഓടിപ്പോകും. ഓടരുത്.